ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അത് കാരണമാണ് വീഡിയോസൊന്നും ഇടാൻ കഴിയാതിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു വൺ ഡേ പിക്നിക്കിൻ്റെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോയത് ചെറുവത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു ദിവസം വൺ ഡേ, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോട്ടിലാണ് ഞങ്ങൾ ചിലവഴിച്ചത്. അപ്പോൾ ബോട്ട് യാത്രയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബോട്ട് വരാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഹസിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കുട്ടികളും എല്ലാവരും കൂടിയായിട്ട് നല്ലൊരു രസമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ബോട്ട് വന്നിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം കുട്ടികൾ മാത്രമല്ല, ഞങ്ങളും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു രസമായിരുന്നു. അപ്പോൾ നമ്മൾ ഹസ് നാട്ടിൽ വന്നാൽ എപ്പോഴും ഇങ്ങനെ പോകാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു രസമല്ലേ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വീണ് കിട്ടുന്ന ചെറിയൊരു നമ്മുടെ ജീവിതത്തിലുള്ള ഒരു നിമിഷങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഹസിൻ്റെ ഫ്രണ്ടിൻ്റെ രാകേഷേട്ടൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയത്. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കുട്ടികളും ഞങ്ങൾ വലിയ ആൾക്കാരും എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലിലായിരുന്നു. ഒരു ദിവസം അവർക്ക് വീട് കിട്ടുകയല്ലേ, ഇങ്ങനെ ഒരു എന്താ പറയുക, ബോട്ടിലിങ്ങനെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോട്ടിലിങ്ങനെ ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നല്ലൊരു എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മോളും ഫ്രണ്ട്സും കൂടെ റൂമുണ്ടായിരുന്നു ബോട്ടിൽ. അപ്പോൾ അവിടെ ബെഡിൽ പോയി കിടന്ന് അവരുടേതായ കളികളിലായിരുന്നു, സംസാരവും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അവരിങ്ങനെ നല്ല രസിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ടും കാണണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ടും കുറേ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ കളികളുടെ ഇടയിൽ വീഡിയോസ് കുറേ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിലിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാണുക. ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് അന്നത്തെ ഫുഡൊക്കെ ബോട്ടിൽ തന്നെയായിരുന്നു. ഉച്ചക്കത്തെ ലഞ്ചും വൈകുന്നേരം ചായയൊക്കെ സ്നാക്സൊക്കെ ബോട്ടിൽ തന്നെയായിരുന്നു. അതിലെ ആൾക്കാരുണ്ടായിരുന്നു കുക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മുടെ സാമ്പാറും പച്ചടിയും മീനും കരിമീൻ ഫ്രൈയും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ അടിപൊളി സദ്യയായിരുന്നു. പിന്നെ പായസം, പിന്നെ വൈകുന്നേരം സ്നാക്സിന് പഴംപൊരി, അങ്ങനെ എന്തൊക്കെയുണ്ടായിരുന്നു. ബീഫ് ഇതുണ്ടായിരുന്നു ഉച്ചക്ക്. അപ്പോൾ അങ്ങനെ സൂപ്പറായിരുന്നു എല്ലാം. ഇതാണ് ബോട്ടിലെ കിച്ചൺ. ചേട്ടന്മാർ കുക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറികളും ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവർ 2 പേരുണ്ടായിരുന്നു അതിന് ഹെൽപ്പിന്. ഞങ്ങൾ അവിടെ തന്നെയുള്ള ആൾക്കാരാണ് ബോട്ടിൽ തന്നെ. അവർ ഇങ്ങനെ എല്ലാവർക്കും കുക്ക് ചെയ്ത് കൊടുക്കും. അതിൻ്റെയൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് പൈസ വാങ്ങിക്കുന്നത്. കരിമീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഭയങ്കര ഹാപ്പി. താങ്ക് യു ഓൾ. സൗഹൃദം കൂടി നമ്മുടെ ഇതിന്റെ പ്രത്യേകം പറയാം. നമ്മുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സൗഹൃദ കൂട്ടായ്മയാണ്. ഇതിന്റെ പകുതി ഭാഗവാക്ക് ഗൾഫിലാണ്. നമ്മൾ 9 പേരാണ് ഈ നാട്ടിലുള്ളത്. അതിന് ചെറിയൊരു പേരുണ്ട്. ആ പേര് നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചിരിക്കും. പൂമ്പാറ്റേ
ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണി കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. പടതാളി മുറ്റത്തെത്തി വിളിക്കുന്നു പതിനഞ്ചാം വാവിലെ പാലാടി തിരമാല പടതാളി മുറ്റത്തെത്തി വിളിക്കുന്നു പുളിയിലക്കരമുന്നിൽ പുതച്ചാട്ടെ നിന്റെ സഖിമാരി ഉണർത്താതെ ഇളവന്നൂർ മാടത്തിലെ ഇളക്കൊയിലെ കടന്നു കൊണ്ടു
ഇളവന്നൂർ മാടത്തിലെ ഇണക്കുയിലേ